ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ആകാശ് ജോർജിനെ വിളിക്കുന്നുണ്ട്. എന്തായി? മഹേഷിന്റെ വീട് പരിശോധിച്ചു. അവിടെ ഒന്നും തന്നെ കിട്ടിയില്ല. ഓ, എങ്കിൽ നമുക്ക് അവിടെ മാത്രം ജോർജ് പറയുന്നുണ്ട്. മാത്രല്ല, മഹേഷ് അവിടെ നിർത്താൻ ഒരു ചാൻസും ഇല്ല. അത് ശരിയാ. അല്ല, ഇഷിതയുടെ ഹോസ്പിറ്റൽ ഒന്ന് സെർച്ച് ചെയ്താലോ? ഓ, ഹോസ്പിറ്റലൊക്കെ സെർച്ച് ചെയ്യണമെങ്കിൽ വാറന്റ് ഒക്കെ വേണ്ടി വരും. അതൊക്കെ വലിയ തലവേദനയാവും. മാത്രല്ല, ഇഷിത ഭയങ്കര ബുദ്ധിയുള്ള ഒരാളാണ്. നമ്മൾ അവിടെ സെർച്ച് ചെയ്യുന്ന അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവൾ അവിടെ നിന്ന് മാറ്റാനാണ് ചാൻസ്. നമുക്കിത് വളരെ ബുദ്ധിപരമായിട്ട് വേണം നീക്കാനായിട്ട് എന്ന് ജോർജ് പറയുമ്പോഴേക്കും അതെ, എന്താ രഹസ്യമായിട്ട് തന്നെ അന്വേഷിക്കുമെന്ന് പറയണം. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ജോർജ് ഫോൺ വെക്കുന്നുണ്ട്. ശേഷമാണെങ്കിൽ രചന ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. രചന അടുത്ത് ആകാശ് പറയുന്നുണ്ട്, നോക്കി രചന, താൻ ടെൻഷൻ ആവണ്ട. ആദ്യമൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരെയൊക്കെ തട്ടിക്കൊള്ളുന്ന കാലമാണ്. എനിക്ക് അതോർത്തിട്ടാ ടെൻഷൻ. ആദ്യമൊന്നും സംഭവിക്കില്ലടോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ആകാശ്. അതിനുശേഷം കാണിക്കണത് ആദിനെയാണ്. ആദി ആ ഒരു വലിയൊരു ഐസ്ക്രീം പാർലറിലേക്ക് വന്നിരിക്കുകട്ടോ. അപ്പൊ അവിടുത്തെ മെനു കാർഡ് വായിക്കുന്നുണ്ട്. അത് വായിച്ചിട്ട് പുള്ളിക്കാരൻ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അപ്പൊ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട്, ഹോ, ഇത് വായിച്ചിട്ട് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ലല്ലോ. അല്ല, മോൻ എന്താ വേണ്ടത്? ഒരു കാര്യം ചെയ്യ്, ആ അപ്പുറത്തെ കുട്ടി കഴിക്കുന്നത് എന്താന്ന് ചോദിക്കുമ്പോ, ഓ അതാണോ? അത് ഫലൂഡയാ. എങ്കിൽ എനിക്കത് മതി. അത് നല്ല ടേസ്റ്റ് ആണോ? അത് നല്ല ടേസ്റ്റാ. അതിൽ ഏത് ഫ്ലേവറാ വേണ്ട? റോയൽ? എന്നാ അത് മതി. ഓക്കെ സർ എന്ന് പറഞ്ഞിട്ട് ആ വെയിറ്റർ അവിടുന്ന് പോകുവാട്ടോ. അങ്ങനെ ആദ്യക്ക് ഫലൂഡ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ആദ്യം ആ ഫലൂഡ കഴിക്കണം. ഹായ്, നല്ല ടേസ്റ്റ് എന്നിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും അടുത്ത ആള് പറയണ്ട, അതെ ബില്ല് എന്ന് പറയുമ്പോ, ബില്ലോ? അതെ, പൈസ അടിച്ചിട്ട് പോകണം. അയ്യോ, എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല എന്ന് ആദ്യം പറയുമ്പോ, കൊള്ളാലോ, ഭക്ഷണം കഴിച്ചിട്ട് പൈസ ഇല്ലെന്നോ എന്ന് ചോദിക്കുമ്പോ തന്നെ അവിടേക്ക് മഹേഷ് വരുവാട്ടോ. മഹേഷ് ജസ്റ്റ് അവിചാരിതമായിട്ട് കയറി വരുവാണ്. അച്ഛ എന്ന് പറഞ്ഞിട്ട് ആദ്യം വിളിക്കുമ്പോ, മോനെ നീ ഇവിടെയോ? എന്താ മോനെ പ്രശ്നം? അപ്പോഴേക്കും അടുത്ത സ്റ്റാഫ് പറയണ്ട, പൈസ കൊടുത്തില്ല സർ. അതാണോ? അത് ഞാൻ കൊടുത്തോളാം. എന്റെ മോൻ വന്നേ എന്ന് പറഞ്ഞിട്ട് അതിനെ വിളിച്ചിട്ട് വീണ്ടും അതിന്റെ ഉള്ളിലേക്ക് കയറുവാണ്. മോൻ എന്തൊക്കെയാ വേണ്ടത്? വേണ്ട അച്ഛൻ, ഞാനിപ്പോ ഒരു ഫലൂഡ കഴിച്ചതാ. എന്നാലും ചോക്ലേറ്റ് ആയാലോ? ചോക്ലേറ്റ് മധുരമുള്ളതാണോ? പിന്നെ അല്ലാതെ ഒരു ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് ആദ്യക്ക് വാങ്ങിച്ചു കൊടുക്കാണ്. അല്ല, മോനെന്താ ഒറ്റക്കാണോ വന്നത്? അതെ. അപ്പോ അമ്മാറിന്റെ പ്രശ്നമാവില്ലേ? പ്രശ്നമാകും, അമ്മാറിന്റെ പ്രശ്നമാകും എന്ന് പറയണം. പിന്നെ എന്നെ ഇവിടെ കണ്ട കാര്യം അമ്മയടുത്ത് പറയണ്ട കേട്ടോ. അതെന്താ അങ്ങനെ? അല്ല, അമ്മക്കത് ഇഷ്ടാവില്ല. അമ്മക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ ഫോണിൽ അച്ഛന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. ഞാനേ ഒരു ദിവസം അച്ഛനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അച്ഛനെയും അച്ചാച്ചനെയും അച്ചാമ്മനെയും ചിപ്പിനെയും ഒക്കെ കാണണം എന്ന് പറയാണ്. അതിനെന്താ എന്ന് പറയാണ്. അല്ല, മോൻ എങ്ങനെയാ വന്നത്? ഞാൻ സൈക്കിളിലാണ് വന്നത്. മോനെ സൂക്ഷിച്ചു പോണം കേട്ടോ. അതൊക്കെ ഞാൻ പോയിക്കോളാം അച്ഛാ. എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യം സൈക്കിൾ എടുത്തിട്ട് പോകുവാട്ടോ. അമ്മ അന്വേഷിക്കുവേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ്. നമ്മുടെ മഹേഷിനും ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ മഹേഷും ആദ്യം അങ്ങനെ പോണ സമയത്ത് പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ വിനോദിന്റെ കാർ വരാട്ടോ. കൂടെ സുചിത്രയുണ്ട്. വിനോദ് പറയുന്നുണ്ട്, സുജി അതെ ഏട്ടനല്ലേ? അതേലോ. ഞാനൊരു കാര്യം ചെയ്യും, ഏട്ടനൊന്ന് മുഖം കാണിച്ചിട്ട് വരാം. നീ ഇവിടെ തന്നെ ഇരിക്കേ. നമ്മുടെ രണ്ട് തമ്മിലുള്ള റിലേഷൻ ഇപ്പൊ ചേട്ടൻ അറിയണ്ട. ശരി എന്ന് പറഞ്ഞിട്ട് സുചിത്ര അവിടെ നിൽക്കുവാണ്. അങ്ങനെ നമ്മുടെ വിനോദാണെന്നുണ്ടെങ്കിൽ ഏട്ടനെ കാണുമ്പോ തന്നെ ഏട്ടാ എന്ന് വിളിച്ചിട്ട് അടുത്തേക്ക് പോവാണ്. നീയോ? നീ എന്താ ഇവിടെ? ഞാനൊരു കോഫി കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. അതെയോ? എങ്കിൽ വാ എന്ന് പറഞ്ഞിട്ട് വിനോദിനെ കൂട്ടിക്കൊണ്ട് മഹേഷ് വീണ്ടും ആ കോഫി ഹൗസിലേക്ക് പോവാണ്. നിനക്ക് എന്താ വേണ്ടത്? കോഫി മതി. എന്നാ എനിക്കും കോഫി മതി. 2 കോഫി എന്ന് പറയാണ്. അതിനുശേഷം അവർ കോഫി കുടിക്കുകയാണ്. വിനോദ് ചോദിക്കണ്ടേ, അല്ല ഏട്ടന്റെ കമ്പനിയൊക്കെ എങ്ങനെ പോണ്? കോപ്പറേറ്റീവ് കമ്പനി അല്ലേ, അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. പിന്നെ നിനക്കൊരു അരുന്ധതി മാഡത്തിന് അറിയാമോ? ബോംബെയിലുള്ള അരുന്ധതി? മനസ്സിലായി. അതെ, അവരുടെ മകൾ അനുഗ്രഹ എന്റെ ഒരു ഫ്രണ്ടാണ്, ബെസ്റ്റ് ഫ്രണ്ട്. ചിലപ്പോ എനിക്ക് നിന്റെ ഒരു സഹായം വേണ്ടി വരും കേട്ടോ. ഓ, അതിനെന്താ, ഞാൻ സഹായിക്കാലോ ഏട്ടാ എന്ന് വിനോദ് പറയാണ്. അപ്പോഴേക്കും മഹേഷിന് ഒരു കോൾ വരുന്നുണ്ട്. അതെയോ? ഓക്കെ, ഞാൻ പെട്ടെന്ന് വരാം. ഫോൺ വെക്കുവാണ്. വിനോദേ, എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ പോകണം. അതിനെന്താ, ഏട്ടൻ ഇറങ്ങിക്കോ, ഞാനും ഇറങ്ങാൻ പോവാ. ശരി എന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. വിനോദും മഹേഷിന്റെ തൊട്ടു പിന്നാലെ തന്നെ ഇറങ്ങുവാട്ടോ. മഹേഷ് പോയതിനു ശേഷം വിനോദ് വേഗം കാറിന്റെ അടുത്തേക്ക് പോവാണ്. സുജി വാ, ഇറങ്ങ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ സുചിത്ര ഇറങ്ങുന്നുണ്ട്. എന്തായി? ഏട്ടൻ പോയി, വാ എന്ന് പറഞ്ഞിട്ട് സുചിത്രനെ കൂട്ടിക്കൊണ്ട് റെസ്റ്റോറന്റിലേക്ക് പോവാണ്. തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് വല്ല സ്നാക്സ് മതി എന്ന് സുചിത്ര പറയാണ്. ഓക്കെ, എന്നാ കട്ട്ലേറ്റ്? ഓക്കെ, 2 കട്ട്ലേറ്റ്, ഒരു പപ്സ് കൂടി ആയാലോ? ശരി, എങ്കിൽ ഒരു പപ്സും കൂടി, പിന്നെ ഒരു ലെമൺ ടീ. അല്ല, നിനക്ക് ചായ വേണ്ടേ? ഏട്ടന്റെ കൂടെ കുടിച്ചാണ്. ഓ, അപ്പൊ സൗത്ത് പോളും നോർത്ത് പോളും ഒന്നായോ? ഒന്നായിക്കൊണ്ടിരിക്കാണ്. അപ്പൊ ഉടനെ കെട്ടിപ്പിടുത്തം ഉണ്ടാവോല്ലേ എന്ന് പറഞ്ഞ് വിനോദ് ചിരിക്കുകയാണ്. ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചായയും പപ്സും കട്ട്ലേറ്റൊക്കെ നമ്മുടെ സുചിത്ര കുടിക്കാട്ടോ. സുചിത്ര പറയുന്നുണ്ട്, അതെ, നാളൊരു സമയത്ത് നമ്മുടെ റിലേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ചേട്ടൻ പറഞ്ഞാലോ ഈ റിലേഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? അത് ചേട്ടൻ ഒരിക്കലും അങ്ങനെ പറയില്ലടോ. അഥവാ അങ്ങനെ പറഞ്ഞാലോ?
പറഞ്ഞാൽ അങ്ങനെ പറയില്ലെന്നേ എന്ന് പറയുമ്പോ അഥവാ അങ്ങനെ പറഞ്ഞാൽ തന്നെ നീ ചേട്ടനെ വിഷമിപ്പിക്കേണ്ട. ചേട്ടൻ ഒരുപാട് നാളെ നിന്നെ കുറിച്ച് ഓർത്ത് വിഷമിച്ചതല്ലേ, ഇനി ചേട്ടനെ വിഷമിപ്പിക്കരുത്. ഞാനൊഴിഞ്ഞു പോയിക്കോളാം. താൻ എന്താ ഇങ്ങനെ നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞത് മൂഡ് ഔട്ട് ആക്കാൻ വേണ്ടി? താനേ ഇന്ന് ഇന്റർവ്യൂവിന് പോയില്ലേ, അതിന്റെ റിസൾട്ട് ഇന്ന് തന്നെ വരുമെന്നല്ലേ പറഞ്ഞത്? നോക്കിക്കെ റിസൾട്ട് വന്നോന്ന്, മെയിലൊന്ന് ചെക്ക് ചെയ്യടോ എന്ന് പറയാണ്. അങ്ങനെ സുചിത്ര മെയിൽ ചെക്ക് ചെയ്യാണ്. ആ ദേ വിനോദ്, മെയിൽ വന്നു, എനിക്ക് ഇന്റർവ്യൂ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി, നാളെ തന്നെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞത്. കൺഗ്രാചുലേഷൻ, താങ്ക് യു. അങ്ങനെ വിനോദ് നമ്മുടെ സുചിത്രനൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ആ ജോലി കിട്ടാൻ കാരണം തന്നെ വിനോദാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ അവർ കാപ്പിയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. ഇഷിതയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ. ആ സെക്യൂരിറ്റി പറയണ്ടേ, എന്നാലും നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? സൈക്കിളൊക്കെ കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കാവോ? മാഡം, അത് മാഡത്തിന്റെ മോനാണ് പറഞ്ഞോണ്ട് അത് തെറ്റാണ്. എന്റെ മോനാണെങ്കിലും ആരാണെങ്കിലും ആ പിള്ളേർക്ക് ഇങ്ങനെ സൈക്കിൾ അഥവാ തിരക്കുള്ള റോട്ടിൽ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത ആകെ ടെൻഷൻ ആയിട്ടിരിക്കട്ടോ. ഈശ്വര, അവൻ ഇതുവരെ വന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ ആയിട്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ആദ്യം സൈക്കിളൊക്കെ ചവിട്ടി പതുക്കെ സന്തോഷത്തോടെ വരുവാണ്. അമ്മയെന്ന് വേണ്ടി കെട്ടിപ്പിടിക്കുകയാണ്. വേണ്ട, എന്നോട് നീ മിണ്ടണ്ട. അതെന്താ അമ്മ പിണക്കത്തിലാണോ? അതെ, എന്നോട് പറയേണ്ടത് നിന്നോട് പോവരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ പോയത്? സോറി അമ്മ, ഇവിടെ നിന്ന് ബോറടിച്ചു, അതുകൊണ്ട് അങ്ങനോട് സൈക്കിൾ ചോദിച്ചത്. സോറി അമ്മേ, സോറി 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 സോറി, ഒന്ന് ക്ഷമിക്കമ്മേ, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. ശരി. അല്ല മോനിത് എവിടെയൊക്കെ പോയി? ഒരുപാട് സ്ഥലത്ത് പോയി. വാ അത് മറ്റു വിളിച്ചോണ്ട് അകത്തേക്ക് പോവാണ്. ആ സമയത്ത് ആദ്യം പറയണ്ട, അതെ അമ്മേ, ഞാൻ സൈക്കിൾ ചവിട്ടി പോയപ്പോഴേ ഇന്ന് ഒരാളെ കണ്ടു, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ. എന്നിട്ട് അവർ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടമ്മേ. എന്നിട്ട് മോൻ അത് ആലോചിച്ചെടുത്തോ? ഇല്ല, ആലോചിക്കാൻ പറ്റുന്നുണ്ടായില്ല, പക്ഷെ അവരെയോ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും അതെന്തുകൊണ്ടാണ് എനിക്ക് ആലോചിച്ചെടുക്കാൻ പറ്റാത്തത്? അത് മോന്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടാൻ പോണതിന്റെ സിംറ്റംസ് ആണ്. മോൻ അവരെ കണ്ടപ്പോൾ ചോദിച്ചുവിടായിരുന്നോ മോന് ഓർമ്മയുണ്ടോന്ന്? ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാലും അപ്പോഴേക്കും ഒരു കാർ എടുത്തിട്ട് പോയി. ഇഷിത മനസ്സിൽ ഓർക്കാണ്, ഈശ്വര, ഇനി അത് ഇഷാദിന്റെ അമ്മയും അച്ഛനും ആയിരിക്കോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കാട്ടോ. മോന്റെ കാര്യം ചെയ്യ്, എന്നാലും അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ 2 പേഷ്യന്റിനെ കണ്ടിട്ട് വരാം. പേഷ്യൻസോ? അതെ, ഇവിടെ 2 പേര് എനിക്ക് പരിചയമുള്ളവർ കിടക്കുന്നുണ്ട്, അവരെ കണ്ടിട്ട് വരാന്ന്. ഓ അങ്ങനെ, ശരി അമ്മേ എന്ന് പറയാണ്. അല്ല, നമ്മളെപ്പോഴാണ് വീട്ടിലേക്ക് പോണത്? എനിക്ക് എല്ലാവരും കാണാൻ കൊതിയായി. ഞങ്ങക്ക് നാളെ പോവാം. നാളെ ഒരു ദിവസം മാത്രം വീട്ടിൽ നിൽക്കാൻ പാടുള്ളൂ. ഓക്കെ ഓക്കെ, അതായത് ഇവിടെ പിന്നെ വന്നാൽ അഡ്മിറ്റ് ആവണം. ശരി അമ്മേ എന്ന് പറയാണ്. അങ്ങനെ നിഷിത അവിടെ നിന്ന് പോകുവാട്ടോ. ആ സമയത്ത് ആദ്യം ഇങ്ങനെ അമ്മയടുത്ത് പറയാൻ മറന്നു, അച്ഛനെ കണ്ട കാര്യം പറയാൻ മറന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ മഹേഷിനെയാണ്. മഹേഷും വിവേകും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവരിങ്ങനെ ഫയലിന്റെ കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിവേക് ചോദിക്കണ്ട്, അല്ല അരുന്ധതി മാഡത്തിന്റെ ആ ഒരു കാര്യം വിനോദിനോട് സംസാരിച്ചായിരുന്നോ? ഇല്ല, സംസാരിക്കണം എന്ന് മഹേഷ് പറയാണ്. അരുന്ധതി മാഡത്തിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണം. അതെ, അത് അവരുടെ മോളെ കൊണ്ടേ പറ്റുള്ളൂ എന്നിങ്ങനെ വിവേക് പറയണ്ട. അപ്പോഴേക്കും അരുന്ധതി ഫോണിൽ വിളിക്കാട്ടോ. അതെ, അരുന്ധതി മാഡം വിളിക്കുന്നുണ്ട്. ഹലോ മാഡം. മഹേഷ്, എന്റെ മോൾ അനുഗ്രഹ, ഞാൻ പറഞ്ഞില്ലേ മറ്റന്നാളെ ലാൻഡ് ചെയ്യുന്നുണ്ട്. അതിനെന്താ മാഡം, ഞാൻ തന്നെ പിക്ക് ചെയ്യാം. ഏത് ഫ്ലൈറ്റാ? അതൊക്കെ അവള് വിളിച്ചു പറയും. അതല്ല, മഹേഷിനെ പറ്റില്ലെങ്കിൽ വിനോദിനെ പറഞ്ഞേച്ചൂടെ ഫ്ലൈറ്റിൽ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട്? വിനോദിനെ കണ്ടിട്ട് ഒരുപാട് നാളായെന്ന് അവള് പറയണത്. ശരി മാഡം, കുഴപ്പമൊന്നുമില്ല, ഞാൻ വിനോദിനെ പറഞ്ഞയക്കാം എന്ന് മഹേഷ് പറയാണ്. അല്ല, നമ്മുടെ കേരള ചാപ്റ്റർ വിൽക്കുന്ന കാര്യം അതൊക്കെ ഞാൻ നോക്കിക്കോളാന്നേ. അനുഗ്രഹക്ക് ഹോം സ്റ്റേ ആണ് കുറച്ചുകൂടി ഇഷ്ടം എന്നൊക്കെ പറയാണ് അരുന്ധതി. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മാഡം എന്ന് മഹേഷ് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. ഫോൺ വെച്ചുമ്പോ വിവേകിനോട് പറയുന്നുണ്ട്, അതെ അരുന്ധതി മാഡമാ വിളിച്ചത്, അനുഗ്രഹ വരുന്നുണ്ടെന്ന്. അനുഗ്രഹനെ ട്രീറ്റ് ചെയ്യണ പോലെ ഇരിക്കും നമ്മുടെ കേരള ചാപ്റ്റർ വിൽക്കണോ വേണ്ടേ എന്നുള്ളത്. അനുഗ്രഹനെ ട്രീറ്റ് ചെയ്താൽ അനുഗ്രഹം കിട്ടും അരുന്ധതി മാഡത്തിന്റെ കയ്യിൽ നിന്ന്. നീ എന്നാ വിട്ടു, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അപ്പോഴേക്കും ഇഷിത നമ്മുടെ മഹേഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. ഹലോ മഹേഷ്, തിരക്കിലാണോ? താൻ വിളിച്ച ഏത് തിരക്കും ഞാൻ ഫ്രീ ആക്കോലോ. ഷോപ്പിംഗ്, തന്റെ കളമൊഴി കേൾക്കണ്ടേ? കള എന്നായിരിക്കും ഉദ്ദേശിച്ചത്. താൻ എന്തിനാ വിളിച്ചത്? ഇപ്പൊ കാര്യം പറയാന്ന് പറയുമ്പോ അത് വേറൊന്നല്ല, എന്റെ പേഷ്യന്റ് ഇല്ലേ ഇഷാദ്. അതെ, ഞാൻ നാളെ അവനൊന്ന് വീട്ടിൽ കൊണ്ടുവന്നാലോന്ന് ആലോചിക്കാണ് ഒരു ദിവസത്തേക്ക്. അത് കൊള്ളാം, തന്റെ മോനാവുമ്പോ എന്റെ മോനും കൂടി അല്ലേടോ. ഷോപ്പിംഗ്, നാളെ കൊണ്ടുവന്നോട്ടെ. മഹേഷ് ഫ്രീ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും, നാളെ താൻ ധൈര്യമായിട്ട് കൊണ്ടുവരോ, അവനെ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് വിടാം. ശരി എന്ന് പറഞ്ഞിട്ട് ഇഷിത ഫോം വെക്കാണ്. മഹേഷിന് സന്തോഷമാവാണ്. മഹേഷ് ഫോം വെക്കുവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ആകാശിന്റെ വീടാണ്. ആകാശിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരും കേട്ടോ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന്റെ കോളാണ്. ഹലോ, എന്തായി? ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചോ എന്ന് ആകാശ് പതുക്കെ ചോദിക്കുമ്പോ, അന്വേഷിച്ചു സർ. ആദിക്ക് ചോദിക്കുമ്പോ വണ്ടി ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്, അത് സാറിന്റെ കാരണം അവൻ വണ്ടി ഇടിച്ചേക്കണത്. നോ, ഒരിക്കലുമില്ല.
ഉണ്ട് സർ, സാറിന്റെ കാർ തന്നെ വണ്ടി ഇടിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിനുള്ള തെളിവ് കിട്ടിയിട്ടുണ്ട്. നോ, ഇതാരും പുറത്തു പറയരുത്. എന്നിട്ട് അവരാരോ കൊണ്ടുപോയെന്നാണ് അറിവ്. പക്ഷെ അത് ആരാണ് എന്താണെന്ന് നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല സർ. ശരി, നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് അന്വേഷിക്കണം എന്ന് ആകാശ് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ്. അപ്പോഴേക്കും രചന അങ്ങോട്ടേക്ക് വരുന്നത്, ആകാശ് എന്തായി? അതിനെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ എന്ന് പറയുമ്പോൾ ആകാശ് ഒന്നും മിണ്ടുന്നില്ല. രചന ചോദിക്കണ്ട്, എന്താ ആകാശിന് അവനെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു താല്പര്യം ഇല്ലെന്നാണോ? താൻ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാൻ പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ വരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ കേസ് അന്വേഷിക്കാനായിട്ട്. എന്നിട്ട് അവരന്വേഷിച്ചിടോ, അവരന്വേഷിച്ചത് ഇപ്പൊ വിളിച്ചു വെച്ചേ ഉള്ളൂ. അവൻ ഊട്ടിയിൽ സ്കൂളിൽ തന്നെ ഉണ്ട്. എന്നിട്ട് എന്താ അവിടുത്തെ ടീച്ചേഴ്സ് എന്റെ കയ്യിൽ ഫോൺ തരാത്തത്? അത് ഞായറാഴ്ചയല്ലേ വിളിക്കാൻ പറ്റുള്ളൂ. ആകാശ്, ഇന്നലെയായിരുന്നു ഞായറാഴ്ച. ഞാൻ അവനെ വിളിച്ചപ്പോഴേക്കും ടീച്ചേഴ്സ് പറയാണേ അവൻ പിക്നിക്കിലാണെന്ന്. അതെ, അവൻ പിക്നിക്കിലാ. അതിന്റെ ഡിറ്റക്റ്റീവ് പറഞ്ഞിരുന്നു. ആകാശ്, ഇതെന്തൊക്കെയോ നുണ പറയാ ആകാശ്. എനിക്ക് സംശയം മഹേഷിന്റെ അടുത്ത് തന്നെ അവൻ ഉണ്ടെന്നാ. ആ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ പുതിയതാണ്. മഹേഷ് എന്തൊക്കെയോ കാണിച്ചെന്റെ മോനെ മയക്കെടുത്തിരിക്കണേ. എനിക്ക് നല്ല സംശയമുണ്ട്. താനിങ്ങനെ പറയലേടോ, അങ്ങനൊന്നും ഇല്ലെന്നേ. ഞാനൊരു കാര്യം ചെയ്യാം, വേണമെങ്കിൽ നാളെ ഊട്ടിലൊന്ന് പോയി അന്വേഷിക്കാം. എങ്കിൽ ഞാനും വരാം. താനെന്തിനാ വേണ്ടത്? തനിക്കെന്താ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസം ഇല്ലാണ്ടല്ല ആകാശ്, എനിക്ക് എന്റെ മോനൊന്ന് കാണാലോ എന്ന് രചന പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് ഒരു വണ്ടി വരുവാട്ടോ. അത് ജോർജ് ആണ്. അപ്പൊ ജോർജ് അങ്ങോട്ടേക്ക് വരുമ്പോ ആകാശും അതുപോലെ തന്നെ രചനയും കൂടി വരുന്നുണ്ട്. എന്തായി, അന്വേഷിച്ചോ എന്ന് ആകാശ് ചോദിക്കുമ്പോ, അന്വേഷിച്ചു സാർ. ഞാൻ മഹേഷിന്റെ വീട്ടിലേക്ക് ഒന്ന് സെർച്ച് ചെയ്തു. അവിടെ ഒന്നും ആരുമില്ല. പിന്നെ ഒരു പോലീസുകാരനെ അവിടെ നിർത്തിയിട്ടുണ്ട്. അവിടെ ഇതുവരെ ആരും പോയിട്ടില്ലെന്ന് അയാൾ പറഞ്ഞത്. ഒരാഴ്ച അവിടെ ഡ്യൂട്ടി തുടരാനാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ജോർജ് ചോദിക്കുമ്പോ നമ്മുടെ ആകാശ് പറയുന്നുണ്ട്, അവൻ ഊട്ടിയിൽ സ്കൂളിൽ തന്നെ ഉണ്ടെന്ന ടീച്ചേഴ്സ് പറയുന്നത്. പക്ഷെ കണക്ട് ചെയ്ത് ഇങ്ങോട്ട് തരുന്നില്ല. ഓ, അങ്ങനെയാണോ? പിന്നെ അപ്പൊ ഊട്ടിയിൽ സ്കൂളിൽ പരാതി കൊടുത്തൂടെ എന്ന് ജോർജ് ചോദിക്കുമ്പോ, എങ്ങനെ പരാതി കൊടുക്കാൻ പറ്റും? അവിടെ അവൻ ഉണ്ടെങ്കിൽ തന്നെ സ്കൂളിനെതിരെ നമ്മൾ പരാതി കൊടുത്താൽ അത് അവർക്ക് നാണക്കേടല്ലേ? ഓ, അതും ശരിയാ. ഞാനൊരു രഹസ്യമായിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ CCTV ക്യാമറയും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. ഒരു 4 ദിവസം മുമ്പ് നമ്മുടെ പാരഗൺ ജംഗ്ഷനിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചായിരുന്നു. ഒരു 10 വയസ്സുള്ള ചെക്കന് ആക്സിഡന്റ് പറ്റിയായിരുന്നു. അവിടെ ഒരു CCTV ആക്സിഡന്റ് പറ്റുന്ന ഭാഗം മാത്രമേ കിട്ടിയുള്ളൂ. അത് ഞാൻ കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്, നോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാണ്. ആ സമയത്ത് രചന ഫോൺ നോക്കുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ്. അയ്യോ, ഇത് എന്റെ മോൻ ഈശ്വരൻ, എന്റെ മോൻ ആക്സിഡന്റ് പറ്റി എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ്. എന്നിട്ട് ബാക്കി അവിടെ ഒരു സ്ത്രീയാണ് എടുത്തോണ്ട് പോയെന്നറിയാം. പക്ഷെ ആക്സിഡന്റ് പറ്റിയിട്ട് അവനെ തട്ടിത്തെറിപ്പിച്ച് വേറൊരു സ്ഥലത്താണ് ആ വണ്ടി കൊണ്ട് ഇട്ടത്. അവിടെ CCTV ഇല്ലായിരുന്നു. ആ സ്ത്രീ അവിടെ നിന്നാണ് അവനെ പൊക്കിയെടുത്തോണ്ട് പോയത്. എന്നിട്ട് ഹോസ്പിറ്റലിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു. അവിടെ ഒന്നും സാധാരണ ഒരു ആക്സിഡന്റ് കേസ് പറ്റിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ കാര്യം ഇങ്ങോട്ട് വിളിച്ച് പറയാണ് പതിവ്. പക്ഷെ ഈ കാര്യത്തിൽ അവരത് ചെയ്തില്ല. സാരില്ല, ഞങ്ങളൊന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് ജോർജ് അവിടെ നിന്ന് പോവാണ്. രചനയാണെങ്കിൽ പൊട്ടിക്കറിയാട്ടോ. അയ്യോ ആകാശ്, എന്റെ മോൻ ആക്സിഡന്റ് പറ്റി, ഈശ്വരൻ, എന്റെ മോൻ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന രചനയെ കാണിച്ചിട്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ഇഷിത ആണെന്നുണ്ടെങ്കിൽ ആദിക്ക് ഫുഡ് കൊടുക്കാട്ടോ. ആ സമയത്ത് ഇഷിത പറയുന്നുണ്ട്, മോൻ എത്ര നല്ല മോന, ആരുടെയൊക്കെയോ ഭാഗ്യം എന്ന്. എന്റെ അമ്മയല്ലേ എന്റെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഇഷിത മടിയിൽ കിടക്കുവാണ്. ശേഷം നമ്മുടെ രചനയാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കുന്നുണ്ട് ആകാശിന്റെ കാർ തന്നെയാണ് ആദ്യം ഇടിച്ചതെന്ന്. ആകാശിന്റെ അടുത്തേക്ക് പോവാണ്. സത്യം പറ ആകാശ്, നിന്റെ കാറല്ല എന്റെ മോൻ ഇടിച്ചത്, സത്യം പറയടാ എന്ന് പറഞ്ഞിട്ട് ആകാശിനെ പിടിച്ച് തള്ളിയിടുവാട്ടോ. ആ ഒരു പ്രൊമോ ആണ് പ്രൊമോയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.